Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. Annum, innum, ennum. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവേശകരമായ വിജയം നേടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDFിനും BJPക്കുമെതിരായുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് സി കൃഷ്ണൻ MLA. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പയ്യന്നൂർ നഗരഭരണം ഇത്തവണയും LDFിന് തന്നെ. നഗരസഭയിലെ 44 വാർഡുകളിൽ 35 എണ്ണം നേടിയെടുത്താണ് LDF ഇത്തവണ ഭരണത്തിലേറുന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDFിന് ചരിത്ര വിജയം. ആകെ സീറ്റിൽ 15 സീറ്റ് UDFും 4 സീറ്റ് LDFും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നേടി. ചെറുപുഴയിൽ LDF തരംഗം. ആകെ 19 സീറ്റിൽ 13 സീറ്റ് LDF നേടി. UDF 6ലേക്ക് ചുരുങ്ങി. ഈസ്റ്റ് എളേരിയിൽ DDFിന് തിരിച്ചടി. കരിവെള്ളൂർ പെരളം, കടന്നപ്പള്ളി, പാണപ്പുഴ, കാങ്കോൽ, ആലപ്പടമ്പ്, കയ്യൂർ, ചീമേനി, ചെറുതാഴം, കുഞ്ഞിമംഗലം പഞ്ചായത്തുകൾ ഇത്തവണയും LDF ഭരിക്കും. വികസനത്തിന്റെയും ജനോപകാര പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ TI മധുസൂദനൻ. മാട്ടൂൽ പഞ്ചായത്ത് UDF നിലനിർത്തി. മാട്ടൂലിൽ ഇത്തവണ 11 സീറ്റ് UDFും 3 സീറ്റ് LDFും 3 സീറ്റ് SDPഐയും നേടി. മാട്ടൂലിൽ LDFിനുണ്ടായ നേട്ടം ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്നും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മാട്ടൂൽ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരായ പ്രതികരണമാണെന്നും TV രാജേഷ് MLA. കയ്യൂർ, ചീമേനി പഞ്ചായത്തിലും ഇനി പ്രതിപക്ഷമുണ്ടാകില്ല. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഒരു വാർഡ് ഇത്തവണ LDF തിരിച്ചുപിടിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 17 വാർഡും LDF നേടി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പയ്യന്നൂർ നഗരഭരണം ഇത്തവണയും LDFിന് തന്നെ. നഗരസഭ രൂപീകരണം മുതൽ ഇടതുപക്ഷം മാത്രം ഭരിച്ച പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിൽ 35 എണ്ണം നേടിയെടുത്താണ് LDF ഇത്തവണ ഭരണത്തിലേറുന്നത്. പയ്യന്നൂർ നഗരസഭ ഇത്തവണയും LDF തന്നെ ഭരിക്കും. ആകെയുള്ള 44 വാർഡുകളിൽ 35 എണ്ണം നേടിയെടുത്താണ് ഇത്തവണ LDF ഭരണത്തിലേറുന്നത്. UDFിന് ഇത്തവണ ലഭിച്ചത് 8 വാർഡുകളാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കൊടുക്കാത്തതിനാൽ 33-ാം വാർഡ് തായ്നേരി പടിഞ്ഞാറ് ലീഗ് നേതാവ് M ബഷീർ വിമതനായി മത്സരിച്ചാണ് ഇത്തവണ ജയിച്ചു കയറിയത്. വാർഡ് 1-ൽ LDF സ്ഥാനാർത്ഥി O സുമതി 829 വോട്ടുകൾ നേടി 99 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 2 കിഴക്കുംപാട് LDF സ്ഥാനാർത്ഥി E കരുണാകരൻ 406 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 802 വോട്ടാണ് കിഴക്കുംപാട് വാർഡിൽ നിന്നും LDF നേടിയത്. വാർഡ് 3 വെള്ളൂർ ഈസ്റ്റിൽ LDF സ്ഥാനാർത്ഥി E ഭാസ്കരൻ 795 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 1015 വോട്ട് നേടി വിജയിച്ചു. വാർഡ് 4 എച്ചിലാമ്പലിൽ LDF സ്ഥാനാർത്ഥി VV സജിത 610 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 5 കണ്ടോത്ത് LDF സ്ഥാനാർത്ഥി K ചന്ദ്രിക 465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 6 കോറം നോർത്തിൽ LDF സ്ഥാനാർത്ഥി N സുധ 161 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 7 കോറം സെൻട്രലിൽ LDF സ്ഥാനാർത്ഥി 634 വോട്ടുകൾക്ക് വിജയിച്ചു. വാർഡ് 8 കോറം സൗത്തിൽ LDF സ്ഥാനാർത്ഥി M ഗൗരി 457 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 9 മുതിയലത്ത് LDF സ്ഥാനാർത്ഥി P വിജയകുമാരി 644 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 10 കാനായി നോർത്തിൽ LDF സ്ഥാനാർത്ഥി KM സുലോചന 807 വോട്ടുകൾക്ക് വിജയിച്ചു.
നഗരസഭ 11-ാം വാർഡ് മണിയറയിൽ LDF സ്ഥാനാർത്ഥി P. ഭാസ്കരൻ 449 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 12 കാനായി സൗത്തിൽ LDF സ്ഥാനാർത്ഥിയും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായിരുന്ന KV ലളിത 714 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 13 പരവന്തട്ട LDF സ്ഥാനാർത്ഥി KV ചന്തുക്കുട്ടി 665 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 14 കൊക്കോട്ട് LDFിലെ T. ചന്ദ്രമതി 714 വോട്ടുകൾക്ക് വിജയിച്ചു. വാർഡ് 15 ചിറ്റാരിക്കോവൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി ഇക്ബാൽ പോപ്പുലർ 8 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 16 പെരുമ്പയിൽ LDF സ്ഥാനാർത്ഥി B. കൃഷ്ണൻ 164 വോട്ടുകൾക്ക് വിജയിച്ചു. വാർഡ് 17 ആശുപത്രി വാർഡിൽ LDF സ്ഥാനാർത്ഥി T. വിശ്വനാഥൻ 23 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാർഡ് 18 കൊക്കാനിശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥി മണിയറ ചന്ദ്രൻ 85 വോട്ടുകൾക്ക് വിജയിച്ചു. 491 വോട്ടാണ് UDF സ്ഥാനാർത്ഥി ഈ വാർഡിൽ നേടിയത്. വാർഡ് 19 ടൗൺ വാർഡിൽ LDF സ്ഥാനാർത്ഥി MV ചിത്ര 113 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 20-ാം വാർഡ് മാവിച്ചേരിയിൽ LDFിലെ PV കുഞ്ഞപ്പൻ 471 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 21-ാം വാർഡ് കണ്ടങ്ങാളി നോർത്തിൽ LDF സ്ഥാനാർത്ഥി M. ആനന്ദൻ 123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 22-ാം വാർഡ് കണ്ടങ്ങാളി സൗത്ത് LDF സ്ഥാനാർത്ഥി K. ബാലൻ 762 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 23-ാം വാർഡ് പുഞ്ചക്കാട് LDF സ്ഥാനാർത്ഥി വസന്ത രവി 311 വോട്ടുകൾക്ക് വിജയിച്ചു. 24-ാം വാർഡ് കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥി TP സമീറ 53 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 25-ാം വാർഡ് മമ്പലം LDF സ്ഥാനാർത്ഥി M. പ്രസാദ് 708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 26-ാം വാർഡ് പടോളിയിൽ LDF സ്ഥാനാർത്ഥി TP അനിൽകുമാർ 176 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 27-ാം വാർഡ് ടെമ്പിൾ വാർഡിൽ UDF സ്ഥാനാർത്ഥി അത്തായി പത്മിനി 176 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 28 ഗ്രാമം വെസ്റ്റിൽ UDF സ്ഥാനാർത്ഥി KK കുമാർ 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ മത്സരിച്ച 29-ാം വാർഡ് ഗ്രാമം വെസ്റ്റിൽ ഇത്തവണ മത്സരിച്ചത് LDF സ്ഥാനാർത്ഥിയായ ഈ ശാരികയാണ്. 410 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഗ്രാമം വെസ്റ്റിൽ ഈ ശാരിക വിജയിച്ചത്. 30-ാം വാർഡ് കേളോത്ത് സൗത്ത് LDF സ്ഥാനാർത്ഥി P. ഷിജി 121 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 31-ാം വാർഡ് കേളോത്ത് നോർത്ത് UDF സ്ഥാനാർത്ഥി ഹസീന കാട്ടൂർ 249 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 32-ാം വാർഡ് കൗവായിൽ UDF സ്ഥാനാർത്ഥി A. നസീമ ടീച്ചർ 754 വോട്ടുകൾക്ക് വിജയിച്ചു. 33-ാം വാർഡ് തായ്നേരി വെസ്റ്റിൽ ലീഗ് വിമതനായി മത്സരിച്ച M. ബഷീർ 186 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 34-ാം വാർഡ് തായ്നേരി ഈസ്റ്റിൽ LDF സ്ഥാനാർത്ഥി A. ശോഭ 253 വോട്ടുകൾക്ക് വിജയിച്ചു. 35-ാം വാർഡ് മുച്ചിലോട്ട് വാർഡിൽ LDF സ്ഥാനാർത്ഥിയും മുൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ V. ബാലൻ 6 വോട്ടുകൾക്കാണ് ജയിച്ചത്. 36-ാം വാർഡ് അന്നൂർ സൗത്തിൽ UDF സ്ഥാനാർത്ഥി KK ഫൽഗുനൻ 62 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 37-ാം വാർഡ് അന്നൂർ ഈസ്റ്റിൽ LDF സ്ഥാനാർത്ഥി KU രാധാകൃഷ്ണൻ 304 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 38-ാം വാർഡ് അന്നൂർ കിഴക്കേക്കോവിലിൽ PV സുഭാഷ് LDF 173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 39-ാം വാർഡ് ശാന്തിഗ്രാം വാർഡിൽ UDF സ്ഥാനാർത്ഥി A. രൂപേഷ് 66 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 40-ാം വാർഡ് കാരയിൽ LDF സ്ഥാനാർത്ഥി KK സുമ 165 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 41-ാം വാർഡ് അന്നൂർ വെസ്റ്റിൽ UDF സ്ഥാനാർത്ഥി KK അശോക് കുമാർ 167 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 42-ാം വാർഡ് കാറമേൽ പടിഞ്ഞാറ് LDF സ്ഥാനാർത്ഥി VK നിഷാദ് 469ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 43-ാം വാർഡ് കാറമേൽ കിഴക്ക് LDF സ്ഥാനാർത്ഥി C. ജയ 460 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു.
44-ാം വാർഡ് വെള്ളൂർ പടിഞ്ഞാറ് LDF സ്ഥാനാർത്ഥി ടി ദാക്ഷായണി 471 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചില വാർഡുകളിൽ ഇരുമുന്നണികളും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. എന്നാൽ ചെറിയ ഭൂരിപക്ഷത്തിൽ അപ്രതീക്ഷിത വിജയം നേടാനായ വാർഡുകളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ LDF വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്ന് സി കൃഷ്ണൻ MLA. UDFനും BJPക്കും എതിരായുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ മുന്നണിയുടെ തരംഗമാണ് ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് LDFന് ലഭിച്ചത്. UDFനും BJPക്കും എതിരായുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് സി കൃഷ്ണൻ MLA പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെയാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമെല്ലാം വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കിട്ടിയിടത്തോളം വാർത്തകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ നഗരസഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ സീറ്റ് 4 സീറ്റ് കൂടുതലാണ് ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വോട്ടിൻ്റെ കാര്യത്തിലുമെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിജയങ്ങളെയും അട്ടിമറിക്കുന്ന മാധ്യമ പ്രചരണങ്ങൾക്കെതിരായുള്ള മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDFന് ചരിത്ര വിജയം. ആകെ സീറ്റിൽ 15 സീറ്റ് UDFും 4 സീറ്റ് LDFും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDF മികച്ച വിജയം നേടി. പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള LDFന്റെയും വികസന മുന്നണിയുടെയും നീക്കം പാളി. ശക്തമായ മത്സരമാണ് എല്ലാ വാർഡുകളിലും നടന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്നത് 16-ാം വാർഡിലായിരുന്നു. UDF സ്ഥാനാർത്ഥി കായിക്കാരൻ സഹിത ഇവിടെ വിജയിച്ചു. LDFിലെ അനിത 1-ാം വാർഡിലും UDFിലെ മോഹനൻ 2-ാം വാർഡിലും UDFിലെ തന്നെ പുഷ്പകുമാരി 3-ാം വാർഡിലും UDFിലെ ധനലക്ഷ്മി 4-ാം വാർഡിലും LDFിലെ ജനാർദ്ദനൻ 5-ാം വാർഡിലും LDFിലെ പുഷ്പ 6-ാം വാർഡിലും UDFിലെ കുഞ്ഞിക്കാതിരി 7-ാം വാർഡിലും LDFിലെ രാജൻ 8-ാം വാർഡിലും UDFിലെ റിയാസ് 9-ാം വാർഡിലും മുനീർ സ്വതന്ത്ര സ്ഥാനാർത്ഥി 10-ാം വാർഡിലും UDFിലെ ഷഹിദ ടീച്ചർ 11-ാം വാർഡിലും UDFിലെ റഷീദ ഒടിയിൽ 12-ാം വാർഡിലും UDF സ്വതന്ത്രൻ ജമീല ടീച്ചർ 13-ാം വാർഡിലും UDFിലെ ശ്രീജ 14-ാം വാർഡിലും UDFിലെ റഫീഖ് 15-ാം വാർഡിലും UDFിലെ കായിക്കാരൻ സഹിത 16-ാം വാർഡിലും UDFിലെ അബ്ദുൾ സമദ് KM 17-ാം വാർഡിലും UDFിലെ ഒടിയിൽ ആയിഷ 18-ാം വാർഡിലും UDFിലെ SKP വാഹിദ 19-ാം വാർഡിലും UDFിലെ SLP സുഫൈജത്ത് 20-ാം വാർഡിലും വിജയിച്ചു. മാടായി പഞ്ചായത്തിൽ ഭരണം പിടിക്കാനുള്ള LDF ശ്രമം പാളിയെന്നും നേരത്തെയുണ്ടായ സീറ്റ് 6-ൽ നിന്ന് 2-ആയി ചുരുങ്ങിയെന്നും മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDFന്റെ ഭരണം തകർക്കും, ഇവിടെ ചുവപ്പാക്കുമെന്നൊക്കെ പറഞ്ഞ LDFന്റെ എല്ലാ തീരുമാനങ്ങൾക്കും വിരുദ്ധമായി 15 വാർഡുകളിൽ അത്ഭുതകരമായ വിജയം നേടാൻ ഭരണ തുടർച്ചയുണ്ടാക്കാൻ UDFന് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 14 സീറ്റായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 15 സീറ്റിലേക്ക് UDFന്റെ നേട്ടമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴയിൽ LDF തരംഗം. ആകെ 19 സീറ്റിൽ 13 സീറ്റ് LDF നേടി. UDF 6-ലേക്ക് ചുരുങ്ങി. ഈസ്റ്റ് എളേരിയിൽ DDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. 17 വാർഡുകളിൽ 17 നേടിയാണ് LDF ഇത്തവണയും ചെറുതാഴം പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത്. TV അജിത 1-ാം വാർഡിൽ 517 വോട്ടുകൾക്കും K ശശിധരൻ 2-ാം വാർഡിൽ 524 വോട്ടുകൾക്കും മാത്താടൻ കുഞ്ഞിക്കണ്ണൻ 3-ാം വാർഡിൽ 549 വോട്ടുകൾക്കും AV നിത്യ 4-ാം വാർഡിൽ 542 വോട്ടുകൾക്കും PP രോഹിണി 5-ാം വാർഡിൽ 153 വോട്ടുകൾക്കും TV കുഞ്ഞിക്കണ്ണൻ 6-ാം വാർഡിൽ 518 വോട്ടുകൾക്കും കോൺഗ്രസിലെ 2 മണ്ഡലം പ്രസിഡന്റുമാരും 1 മുൻ ബ്ലോക്ക് പ്രസിഡന്റും പരാജയപ്പെടുകയായിരുന്നു ചെറുപുഴ പഞ്ചായത്തിൽ. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നില മെച്ചപ്പെടുത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് വിമതിയായി മത്സരിച്ച വാർഡിൽ LDF വിജയിച്ചു. ചെറുപുഴ പഞ്ചായത്തിൽ അട്ടിമറി വിജയമാണ് LDF നേടിയത്.
കോൺഗ്രസ് നേതാക്കളായ കെ സുരേഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ തങ്കച്ചൻ കാവാലം, സാജൻ ജോസഫ് എന്നിവർ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണത്തേക്കാൾ വൻ നേട്ടമാണ് ഇത്തവണ LDFന് ഉണ്ടായത്. കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവും കോൺഗ്രസിലെ തമ്മിലടിയും CPMന്റെ ചിട്ടയായ പ്രവർത്തനവും LDFനെ വൻ വിജയത്തിലെത്തിച്ചു. ഈസ്റ്റേലേരിയിൽ DDFന് അടിപതറുകയായിരുന്നു. മത്സരിച്ച 12-ൽ 7-ൽ വിജയിച്ചു. കോൺഗ്രസ് സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുത്തി. കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് 7-ലേക്ക് കുതിച്ചു. നഷ്ടം CPMന് 4-2 ചുരുങ്ങി. പക്ഷേ തങ്ങളുടെ തീരുമാനം നിർണായകമെന്ന ആശ്വാസം മാത്രം. ഈസ്റ്റേലേരിയിൽ ആദ്യം കോൺഗ്രസിലെ വമ്പന്മാരുടെ പതനമാണ് കാണാൻ കഴിഞ്ഞതെങ്കിലും പിന്നീട് ചിത്രം മാറി. 1, 2, 3 വാർഡുകളിൽ DDF വിജയം വരിച്ചപ്പോൾ പിന്നീട് ചിത്രം മാറി. അവസാനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് DDFലെ ജെസ്സി ടോം പരാജയപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറേൽ, ഈസ്റ്റേലേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി കുര്യാലപ്പുഴ തുടങ്ങിയവരും പരാജയപ്പെട്ടു. അവസാനം DDFനും കോൺഗ്രസിനും 7 സീറ്റുകൾ വീതം ലഭിച്ചു. CPMന് 2 സീറ്റിൽ ഒതുങ്ങേണ്ടിയും വന്നു. ഇതോടെ ഈസ്റ്റേലേരിയിൽ ഭരണം നിയന്ത്രിക്കുന്നതിൽ CPM നിലപാട് നിർണായകമാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 13 ഡിവിഷനുകളിൽ 12 എണ്ണം നേടി LDF വിജയിച്ചു. ഒരു ഡിവിഷൻ മാത്രമാണ് UDFന് നേടാനായത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ 23 ഡിവിഷനുകളിൽ 16 എണ്ണം LDF നേടിയപ്പോൾ 7 ഡിവിഷനുകളിൽ UDF വിജയിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDFന് ഉജ്ജ്വല വിജയം. കരിവള്ളൂർ ഡിവിഷനിൽ LDFലെ MV അപ്പുക്കുട്ടൻ 6481 വോട്ടുകൾ നേടി വിജയിച്ചു. പെരളം ഡിവിഷനിൽ LDFലെ P പങ്കജാക്ഷി 6790 വോട്ടുകൾ നേടി വിജയിച്ചു. ചൂരൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ലിസി എലിയാസ് 6160 വോട്ട് നേടി. പാടിയോട്ടുചാൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി K ദാമോദരൻ മാസ്റ്റർ 4593 വോട്ട് നേടി വിജയിച്ചു. പുളിങ്കോൺ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി AC പൗലോസ് 4178 വോട്ട് നേടി വിജയിച്ചു. പ്രാപ്പോയിലിൽ LDF സ്ഥാനാർത്ഥി നസീറ KP 3802 വോട്ട് നേടി വിജയിച്ചു. പെരുന്തട്ടയിൽ LDF സ്ഥാനാർത്ഥി രജനി മോഹൻ 6035 വോട്ട് നേടി വിജയിച്ചു. വെള്ളോറ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി KR ചന്ദ്രകാന്ത് 4493 വോട്ടുകൾ നേടി വിജയിച്ചു. മാതമംഗലത്ത് അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ LDF സ്ഥാനാർത്ഥി 5420 വോട്ട് നേടി വിജയിച്ചു. കാങ്കോലിൽ PV വത്സല LDF സ്ഥാനാർത്ഥി 4938 വോട്ട് നേടി വിജയിച്ചു. കുഞ്ഞിമംഗലം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KP റീന 5615 വോട്ട് നേടി വിജയിച്ചു. കുന്നൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി MV ദീപു 4905 വോട്ട് നേടി വിജയിച്ചു. രാമന്തള്ളി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി A വത്സല 4658 വോട്ട് നേടി വിജയിച്ചു. ആകെയുള്ള 13 സീറ്റിൽ LDF നേടിയത് 12 സീറ്റാണ്. UDFന്റെ 1 സീറ്റ് മാത്രമാണ് നേടാനായത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 23 ഡിവിഷനുകളിൽ 16 എണ്ണത്തിൽ LDFും 7 എണ്ണത്തിൽ UDFും വിജയിച്ചു. കരിവള്ളൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി M രാഘവൻ 37720 വോട്ടാണ് നേടിയത്. കല്യാശ്ശേരി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PP ദിവ്യ 32687 വോട്ട് നേടി. ചെറുകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ആബിദ ടീച്ചർ 29066 വോട്ട് നേടി വിജയിച്ചു. കുഞ്ഞിമംഗലം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി CP ഷിജു 33975 വോട്ട് നേടി വിജയിച്ചു. പരിയാരം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK രത്നകുമാരി 27905 വോട്ട് നേടിയാണ് വിജയിച്ചത്. കടന്നപ്പള്ളി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി T തമ്പാൻ മാസ്റ്റർ 20407 വോട്ട് നേടിയാണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും ഇടതുപക്ഷത്തിന് മികച്ച വിജയം. ആകെയുള്ള 13 സീറ്റിൽ 12 സീറ്റ് ഇടതുപക്ഷവും 1 സീറ്റിൽ UDFും വിജയിച്ചു. ഇടതുകോട്ടയായ ചെറുകുന്നിൽ ഇത്തവണയും ഇടതുപക്ഷം മികച്ച വിജയം നേടി. നേരത്തെ 13 സീറ്റിലും വിജയിച്ച LDFന് ഇത്തവണ 10ാം വാർഡ് നഷ്ടമായി. ഇവിടെ UDF സ്ഥാനാർത്ഥി K കൃഷ്ണനാണ് വിജയിച്ചത്. മറ്റു വാർഡുകളിൽ 1ാം വാർഡിൽ PV സജീവൻ, 2ാം വാർഡിൽ T പ്രീത, 3ാം വാർഡിൽ CH പ്രദീപ് കുമാർ, 4ാം വാർഡിൽ TE നിർമ്മല, 5ാം വാർഡിൽ VV ഷീജ, 6ാം വാർഡിൽ SP സെയ്ഫ് മുഹമ്മദ്, 7ാം വാർഡിൽ T നിഷ, 8ാം വാർഡിൽ PL ബേബി, 9ാം വാർഡിൽ KV അജീഷ്, 11ാം വാർഡിൽ OV ഷൈമ, 12ാം വാർഡിൽ EL ഷേർലി, 13ാം വാർഡിൽ K അനിത എന്നിവർ വിജയിച്ചു. മികച്ച പ്രകടനമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചതെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം K മോഹനൻ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് പ്രശ്നമില്ല. ഞങ്ങൾ കണക്കാക്കിയതിലും ഒരുപാട് വോട്ടുകൾ അധികമാണ്. അവർക്ക് നല്ല മുൻതൂക്കം ഉണ്ടായിരുന്ന 13-12 പോലുള്ള വാർഡുകൾ നല്ല നിലയിൽ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. 1ാം വാർഡിൽ നിന്ന് വിജയിച്ച PV സജീവൻ വൈസ് പ്രസിഡന്റും 7ാം വാർഡിൽ നിന്ന് വിജയിച്ച T നിഷ പഞ്ചായത്ത് പ്രസിഡന്റുമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 17 വാർഡുകളിലും LDF വിജയിച്ചു. മുൻകാലങ്ങളിൽ 1 വാർഡ് UDFന് ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ 17-ൽ 17ഉം LDF വിജയക്കൊടി പാറിക്കുകയാണ്.
എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 17 വാർഡുകളിലും വിജയിച്ച് LDF തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു വാർഡ് UDFന് ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ 17-ൽ 17ഉം LDFന് ലഭിച്ചിരിക്കുകയാണ്. വാർഡ് 1-ൽ KV ശ്രീകല 630 വോട്ടുകൾക്കും, വാർഡ് 2-ൽ K പ്രീത 542 വോട്ടുകൾക്കും, വാർഡ് 3-ൽ PP വിജയൻ 331 വോട്ടുകൾക്കും, വാർഡ് 4-ൽ K ലൈല 92 വോട്ടുകൾക്കും, വാർഡ് 5-ൽ MK കരുണാകരൻ മാസ്റ്റർ 291 വോട്ടുകൾക്കും, വാർഡ് 6-ൽ ഷൈനി വിജേഷ് 410 വോട്ടുകൾക്കും, വാർഡ് 7-ൽ P വീണ 315 വോട്ടുകൾക്കും, വാർഡ് 8-ൽ TR രാമചന്ദ്രൻ 350 വോട്ടുകൾക്കും, വാർഡ് 9-ൽ പ്രേമ സുരേഷ് 441 വോട്ടുകൾക്കും, വാർഡ് 10-ൽ അന്നക്കുട്ടി ബെന്നി 44 വോട്ടുകൾക്കും, 11-ാം വാർഡിൽ സുഷമ വത്സൻ 86 വോട്ടുകൾക്കും, വാർഡ് 12-ൽ M രാധാകൃഷ്ണൻ മാസ്റ്റർ 48 വോട്ടുകൾക്കും, വാർഡ് 13-ൽ CV ബാലകൃഷ്ണൻ 500 വോട്ടുകൾക്കും, വാർഡ് 14-ൽ K സരിത 488 വോട്ടുകൾക്കും, വാർഡ് 15-ൽ PV വിജയൻ 82 വോട്ടുകൾക്കും, വാർഡ് 16-ൽ KV രവീന്ദ്രൻ 556 വോട്ടുകൾക്കും, വാർഡ് 17-ൽ TK രാജൻ 763 വോട്ടുകളും നേടി മികച്ച വിജയമാണ് എരമംകുറ്റൂർ പഞ്ചായത്തിൽ LDF നേടിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഇത്തവണയും CPIM മാത്രം ഭരിക്കും. ഘടകകക്ഷികളുടെയോ ഇതര മുന്നണികളുടെയോ പ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടാകില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ CPIM മാത്രം ഭരിക്കുന്ന ഏക പഞ്ചായത്തായിരിക്കും ഒരുപക്ഷെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത്. പഞ്ചായത്ത് രൂപപ്പെട്ട അന്നു മുതൽ ഇന്നുവരെ CPIM പ്രതിനിധികൾ മാത്രമേ ഭരണസമിതിയിൽ എത്തിയിട്ടുള്ളൂ. നേരത്തെ തന്നെ പഞ്ചായത്തിൽ 9, 11, 12 എന്നീ വാർഡുകളിൽ നിന്നും LDF പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1-ാം വാർഡിൽ KG ബിന്ദുമോൾ 705 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 2-ാം വാർഡിൽ MV സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം 466 ആണ്. 3-ാം വാർഡ് ബാബു കുര്യാക്കോസ് 583 വോട്ടുകൾക്കും, 4-ാം വാർഡിൽ TM സതീശൻ മാസ്റ്റർ 698 വോട്ടുകൾക്കും, 5-ാം വാർഡിൽ ശീതള 633 വോട്ടുകൾക്കും, 6-ാം വാർഡിൽ K പങ്കജാക്ഷൻ 536 വോട്ടുകൾക്കും, 7-ാം വാർഡിൽ KV ചന്ദ്രമതി 340ഓളം വോട്ടുകൾക്കും, 8-ാം വാർഡിൽ KV സുരേഷ് ബാബു 678 വോട്ടുകൾക്കും, 10-ാം വാർഡിൽ C രമേശൻ 609 വോട്ടിനും, 13-ാം വാർഡ് ഷീബ ദിവാകരൻ 406 എന്നിങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ ലീഡ് നില. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. UDFന്റെ കുത്തക പഞ്ചായത്തായ ചെറുപുഴ പഞ്ചായത്തും UDFന് സ്വാധീനമുള്ള മറ്റു പഞ്ചായത്തുകളും LDF പിടിച്ചെടുത്തു കഴിഞ്ഞു. വികസനത്തിന്റെയും ജനോപകാര പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ TI മധുസൂദനൻ പറഞ്ഞു. UDFന്റെ അടിത്തറ ഇളകിയിട്ടുള്ള അനുഭവമാണ് പയ്യന്നൂർ നഗരസഭയിൽ നമുക്ക് കാണാനാവുന്നത്. കോൺഗ്രസ് ഐയുടെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി നിലം തൊടാതെ ജനങ്ങൾ ഓടിച്ചുവിട്ടിട്ടുള്ള ഒരനുഭവമാണ് നമുക്ക് മുന്നിലുള്ള ഈ തെരഞ്ഞെടുപ്പ് അനുഭവം. ജനങ്ങളുടെ വലിയ പിന്തുണ വികസനത്തിനും അഴിമതിരഹിതമായിട്ടുള്ള നിലയിൽ ഈ നാടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരമാണ്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സീറ്റിലും LDF വിജയിച്ചു. 9-ാം വാർഡിൽ നിന്നും വിജയിച്ച P ഗോവിന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റാകും. 14 സീറ്റിൽ 14ഉം നേടി ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നഷ്ടമായ ഒരു സീറ്റ് ഇത്തവണ LDF തിരിച്ചുപിടിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് LDF സ്ഥാനാർത്ഥി KP അനിൽകുമാർ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ന് ഫലമറിഞ്ഞ മുഴുവൻ സീറ്റും LDF ആണ് നേടിയത്. 1-ാം വാർഡിൽ P സുലോചന, കൊട്ടിലിയിലെ 2-ാം വാർഡിൽ K നിർമ്മല, 3-ാം വാർഡായ ഓണപ്പറമ്പിൽ KN ഗീത, 4-ാം വാർഡായ നരീക്കോട് N ഗോവിന്ദൻ, 5-ാം വാർഡായ പാറമൽ K സജീവൻ, 6-ാം വാർഡായ കോട്ടക്കീലിൽ KV രാജൻ, 7-ാം വാർഡായ ഏഴോത്ത് KP അനിൽകുമാർ നേരത്തെ എതിരില്ലാതെ തന്നെ ജയിച്ചിരുന്നു. 8-ാം വാർഡായ ഏഴോമൂലയിൽ KV ഗ്രീഷ്മ, 9-ാം വാർഡായ ചെങ്ങലിൽ P ഗോവിന്ദൻ, 10-ാം വാർഡായ പഴയങ്ങാടിയിൽ PK വിശ്വനാഥൻ മാസ്റ്റർ, 11 എരിപുരത്ത് ജസീർ അഹമ്മദ്, 12 അടുത്തുലയിൽ P സജിത, 13 നെരുവമ്പ്രത്ത് ഉഷാ പ്രവീൺ, 14 കാനായിൽ EK ശാന്ത എന്നിവരാണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കയ്യൂർ ചീമേനി പഞ്ചായത്തിലും ഇനി പ്രതിപക്ഷമുണ്ടാകില്ല. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഒരു വാർഡ് ഇത്തവണ LDF തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഇനി ആഹ്ലാദിക്കാം. കൈവിട്ടുപോയ വാർഡും തിരികെ പിടിച്ചിരിക്കുന്നു. പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഭരണസമിതിയിൽ പ്രതിപക്ഷമുണ്ടാകില്ല. 16 വാർഡുകളിൽ LDF മിന്നുന്ന വിജയമാണ് കൈവരിച്ചത്.
ഇതര മുന്നണികൾക്ക് ഈ പഞ്ചായത്തിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. തൊട്ടടുത്തു കിടക്കുന്ന പിലിക്കോട് പഞ്ചായത്തിൽ 2 സീറ്റ് UDFന് ലഭിച്ചതാണ് ഏക ആശ്വാസം. കഴിഞ്ഞ തവണ ഒരു പ്രതിനിധിയുണ്ടായിരുന്നത് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് 2 പ്രതിനിധികളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 8-9 വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും LDF വിജയിച്ചു. 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി K സുമയ്യയും 9ാം വാർഡിൽ തയ്യിൽ സൈബുന്നീസിയുമാണ് വിജയിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ആകെ 14 വാർഡുകളാണുള്ളത്. ഇതിൽ 8-9 വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 1ാം വാർഡിൽ K ജിഷ ബേബി 274 വോട്ടുകൾക്ക് വിജയിച്ചു. 2ാം വാർഡിൽ K മുരളീധരൻ 123 വോട്ടുകൾക്കും 3ാം വാർഡിൽ K അശോകൻ 326 വോട്ടുകൾക്കും 4ാം വാർഡിൽ C ബാലകൃഷ്ണൻ 331 വോട്ടുകൾക്കും വിജയിച്ചപ്പോൾ 5ാം വാർഡിൽ PK ഷീബ 677, 6ാം വാർഡിൽ E സന്ദീപ് 478, 7ാം വാർഡ് K ശോഭ 19, 10ാം വാർഡ് K പ്രാർത്ഥന 382, 11ാം വാർഡിൽ V ലക്ഷ്മണൻ 385, 12ാം വാർഡിൽ P കരുണാകരൻ മാസ്റ്റർ 24, 13ാം വാർഡിൽ M ശശീന്ദ്രൻ 563, 14ാം വാർഡിൽ T കല്യാണി 103 വോട്ടുകൾക്കും വിജയിച്ചു. 8-9 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥി യഥാക്രമം K സുമയ്യ 261 വോട്ടുകൾക്കും തയ്യിൽ സൈബുന്നീസ 128 വോട്ടുകൾക്കും വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാട്ടൂൽ പഞ്ചായത്ത് UDF നിലനിർത്തി. മാട്ടൂലിൽ ഇത്തവണ 11 സീറ്റ് UDFും 3 സീറ്റ് LDFും 3 സീറ്റ് SDPIയും നേടി. UDF ഭരിക്കുന്ന മാട്ടൂലിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടന്നത്. SDPIക്കും LDFനും നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. UDF സ്ഥാനാർത്ഥികളായ ഖൈറുനിസ, MV സഫൂറ, D സൈനബ, സക്കറിയ, നബീൽ അബൂബക്കർ, ഫാരിഷ ടീച്ചർ, ഷംജി മാട്ടൂൽ, ഇന്ദിര, അബ്ദുൽ ഗഫൂർ, ലിജിന എന്നിവരും വിജയിച്ചു. ഇത്തവണ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ മറികടന്നാണ് UDF വിജയം നേടിയതെന്ന് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറിയും 16ാം വാർഡിൽ നിന്നും വിജയിച്ച UDFിലെ സ്ഥാനാർത്ഥിയുമായ ഗഫൂർ മാട്ടൂൽ പറഞ്ഞു. മാട്ടൂരിൽ 17 സീറ്റുകളിൽ 11 സീറ്റുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. മാട്ടൂരിലെ ഭരണം UDF സംവിധാനം നിലനിർത്തിയിരിക്കുകയാണ്. 6 സീറ്റുകൾ BJPയും SDPയും CPMും ചേർന്നുള്ള കൂട്ടുമുന്നണി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. മാട്ടൂൽ 3ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥി ശ്രീജ PP, 15ാം വാർഡ് ജയൻ T, 14ാം വാർഡ് സ്വതന്ത്രൻ AKS അബ്ദുൽ കലാം എന്നിവർ വിജയിച്ചു. മാട്ടൂലിൽ LDFനുണ്ടായ നേട്ടം ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്നും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മാട്ടൂൽ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരായ പ്രതികരണമാണെന്നും TV രാജേഷ് MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFും BJPയും അഴിച്ചുവിട്ട എല്ലാ നെറികെട്ട പ്രചാരവേലയും അമ്പെ പിന്തള്ളിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇത്തവണ UDF വർഗീയ ശക്തികളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. ജമാഅത്ത് ഇസ്ലാമിയെ വരെ കൂട്ടുപിടിച്ചു. RSSുമായി പലയിടത്തും ധാരണയുണ്ടാക്കി. യഥാർത്ഥത്തിൽ UDF BJP അപ്രഖ്യാപിത മുന്നണിയെയാണ് LDF തത്വാധിഷ്ഠിത രാഷ്ട്രീയം കൊണ്ട് നേരിട്ടത്. വിജയികൾക്ക് MLA ഹാരാർപ്പണം നടത്തി. മാട്ടൂൽ പഞ്ചായത്തിൽ തിളക്കമാർന്ന വിജയമാണ് SDPI നേടിയത്. കഴിഞ്ഞ തവണ വിജയിച്ച അനസ് KK ഇത്തവണ 11ാം വാർഡിൽ നിന്നും വിജയിച്ചു. 1ാം വാർഡിൽ നിന്ന് U സമീന, 10ാം വാർഡിൽ നിന്ന് ഇസ്മിറ എന്നിവർ വിജയിച്ചു. SDPI നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് 3 സീറ്റിൽ വിജയം നേടാൻ സാധിച്ചതെന്ന് KK അനസ് പറഞ്ഞു. ഇത്തവണ SDPക്ക് 3 സീറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 സീറ്റായിരുന്നു. ആ സീറ്റ് നിലനിർത്തിക്കൊണ്ട് മറ്റ് ലീഗിൻ്റെ 2 സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് സാധിച്ചത്. ഏതായാലും മാട്ടൂലിലെ കാലങ്ങളായിട്ട് ജനങ്ങളെ പറ്റിച്ച് വികസന മുരടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വികസനവുമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിലും ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് എങ്ങനെയാണ് വാർഡ് മെമ്പർ എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ആ ജനങ്ങളെ ബോധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വിജയം തന്നെയാണ് ഈ 1 നിന്ന് 3 സീറ്റിലേക്ക് SDPI വിജയിക്കാനുണ്ടായ കാരണം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷം തന്നെ ഭരിക്കും. ചരിത്രം ആവർത്തിക്കുകയാണ്. ഇതര മുന്നണികൾക്ക് തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്ത കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിച്ചത്. കരിവെള്ളൂരിന്റെ ചുവന്ന മണ്ണിന് കാലം കഴിഞ്ഞിട്ടും മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്.
14 വാർഡുകളിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി. കോൺഗ്രസിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. BJP ആകട്ടെ തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 1-ാം വാർഡിൽ AV രമണി 338 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ 2-ാം വാർഡിലെ V ശ്രീവിദ്യ 906 എന്ന മൃഗീയ ഭൂരിപക്ഷമാണ് സ്വന്തമാക്കിയത്. 3-ാം വാർഡിൽ V തമ്പാന്റെ ഭൂരിപക്ഷം 680 ആയപ്പോൾ 4-ാം വാർഡിലെ P ശ്യാമളയുടെ ഭൂരിപക്ഷം 824 ആണ്. 6-ാം വാർഡിൽ T ഗോപാലൻ 655 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 7-ാം വാർഡിൽ സുപ്രിയ 389, 8-ാം വാർഡിൽ C ബാലകൃഷ്ണൻ 558, 9-ൽ രമേശൻ PV 572, 10-ൽ AV ലജു 839, 11-ാം വാർഡ് PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ 559, 12-ാം വാർഡ് ഷീജ 502, 13-ാം വാർഡ് E പ്രഭാവതി 524, 14-ാം വാർഡ് TV നാരായണൻ മാസ്റ്റർ 537 എന്നിങ്ങനെയാണ് LDF സ്ഥാനാർത്ഥികളുടെ ലീഡ് നില. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 12 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 3 വാർഡുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. കഴിഞ്ഞ തവണ 2 വാർഡുകളിൽ മാത്രം വിജയിച്ച കോൺഗ്രസ് ഇത്തവണ 3 വാർഡുകളിൽ വിജയം ഉറപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 12 വാർഡുകളിലാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥികൾ വിജയം കൈവരിച്ചത്. 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി NK സുജിത്ത് 52 വോട്ടുകൾക്കും 6-ാം വാർഡ് സ്ഥാനാർത്ഥി OP ഷംസീറ 101 വോട്ടുകൾക്കും ജംസീർ ആലക്കാട് 166 വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥികളായ MV പ്രീത 1-ാം വാർഡിൽ നിന്നും 410 വോട്ടിനും 3-ാം വാർഡിൽ T സുലജ 321 വോട്ടിനും 4-ാം വാർഡിൽ P പ്രതാപ് 201 വോട്ടിനും 5-ാം വാർഡിൽ N കാർത്തിയായനി 487 വോട്ടിനും 8-ാം വാർഡിൽ പ്രീത ലക്ഷ്മണൻ 241 വോട്ടിനും 9-ാം വാർഡിൽ PV ഷൈമ 212 വോട്ടിനും 10-ാം വാർഡിൽ ബേബി മനോഹരൻ 306 വോട്ടിനും 11-ാം വാർഡിൽ PV സുരേന്ദ്രൻ 435 വോട്ടിനും 12-ാം വാർഡിൽ AV കോമളവല്ലി 556 വോട്ടിനും 13-ാം വാർഡിൽ TV സുധാകരൻ 446 വോട്ടിനും 14-ാം വാർഡിൽ PK ഭാസ്കരൻ 230 വോട്ടിനും 15-ാം വാർഡിൽ K മോഹനൻ 464 വോട്ടിനുമാണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചെറുതാഴം പഞ്ചായത്ത് ഇത്തവണയും LDF ഭരിക്കും. 17 വാർഡുകളിൽ 17 നേടിയാണ് LDF ഇത്തവണയും പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത്. 17 വാർഡുകളിൽ 17 നേടിയാണ് LDF ഇത്തവണയും ചെറുതാഴം പഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയത്. TV അജിത 1-ാം വാർഡിൽ 517 വോട്ടുകൾക്കും K ശശിധരൻ 2-ാം വാർഡിൽ 524 വോട്ടുകൾക്കും മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ 3-ാം വാർഡിൽ 549 വോട്ടുകൾക്കും AV നിത്യ 4-ാം വാർഡിൽ 542 വോട്ടുകൾക്കും PP രോഹിണി 5-ാം വാർഡിൽ 153 വോട്ടുകൾക്കും TV കുഞ്ഞിക്കണ്ണൻ 6-ാം വാർഡിൽ 518 വോട്ടുകൾക്കും TV കമലാക്ഷി 7-ാം വാർഡിൽ 545 വോട്ടുകൾക്കും KV ബിന്ദു 8-ാം വാർഡിൽ 602 വോട്ടുകൾക്കും TV ഉണ്ണികൃഷ്ണൻ 9-ാം വാർഡിൽ 510 വോട്ടുകൾക്കും TP സരിത 10-ാം വാർഡിൽ 971 വോട്ടുകൾക്കും M ശ്രീധരൻ 11-ാം വാർഡിൽ 797 വോട്ടുകൾക്കും PP അംബുജാക്ഷൻ 12-ാം വാർഡിൽ 511 വോട്ടുകൾക്കും PP ശാന്തകുമാരി 13-ാം വാർഡിൽ 405 വോട്ടുകൾക്കും U രാധ 14-ാം വാർഡിൽ 546 വോട്ടുകൾക്കും MD സബിത 15-ാം വാർഡിൽ 169 വോട്ടുകൾക്കും M കൃഷ്ണൻ 16-ാം വാർഡിൽ 1 വോട്ടിനും T പത്മനാഭൻ 17-ാം വാർഡിൽ 628 വോട്ടുകൾക്കും വിജയിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പിലാത്തറ ഡിവിഷനിൽ AV രവീന്ദ്രൻ 3017 വോട്ടുകൾക്കും ചെറുതാഴം ഡിവിഷനിൽ KM ശോഭ 4544 വോട്ടിനും വിജയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ വിജയിച്ച LDF സ്ഥാനാർത്ഥികളെ അണിനിരത്തി പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ആകെയുള്ള 43 വാർഡിൽ 35 സീറ്റാണ് LDF നേടിയത്. അപവാദ പ്രചരണങ്ങളുടെ പെരുമഴക്കാലം കൊണ്ട് കൊലപാതക രാഷ്ട്രീയം കൊണ്ടും പ്രിയപ്പെട്ട വോട്ടർമാരെ ഇതിഹാസ പോരാട്ടങ്ങളുടെ രഥചക്രമുരുണ്ട പയ്യന്നൂരിനായിരം അഭിവാദ്യങ്ങൾ കപട കുടിലതകൾ കൊണ്ട് ഇടതിന്റെ കോട്ട തകർക്കാൻ കഴിയില്ലെന്ന് കാലമിത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കേരളമാകമാനം ചുവന്ന കാറ്റിത ആഞ്ഞു വീശുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമികവിരുദ്ധ അംഗീകാരം നൽകിയ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങളെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഇതാ പയ്യന്നൂരിന്റെ മണ്ണ് വിപ്ലവത്തിന്റെ വിറ്റേ മുടക്കുമെന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFിനും BJPക്കുമെതിരായുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് C കൃഷ്ണൻ MLA. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പയ്യന്നൂർ നഗരഭരണം ഇത്തവണയും LDFിന് തന്നെ.
കപട കുടിലതകൾ കൊണ്ട് ഇടതിന്റെ കോട്ട തകർക്കാൻ കഴിയില്ലെന്ന്. നഗരസഭയിലെ 44 വാർഡുകളിൽ 35 നേടിയെടുത്താണ് LDF ഇത്തവണ ഭരണത്തിലേറുന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDFന് ചരിത്ര വിജയം. ആകെ സീറ്റിൽ 15 സീറ്റ് UDFും 4 സീറ്റ് LDFും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നേടി. ചെറുപുഴയിൽ LDF തരംഗം. ആകെ 19 സീറ്റിൽ 13 സീറ്റ് LDF നേടി. UDF 6ലേക്ക് ചുരുങ്ങി. ഈസ്റ്റ് എളേരിയിൽ DDFന് തിരിച്ചടി. കരിവെള്ളൂർ പെരളം കടന്നപ്പള്ളി പാണപ്പുഴ കാങ്കോൽ ആലപ്പടമ്പ് കയ്യൂർ ചീമേനി ചെറുതാഴം കുഞ്ഞിമംഗലം പഞ്ചായത്തുകൾ ഇത്തവണയും LDF ഭരിക്കും. വികസനത്തിന്റെയും ജനോപകാര പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ TI മധുസൂദനൻ. മാട്ടൂൽ പഞ്ചായത്ത് UDF നിലനിർത്തി. മാട്ടൂലിൽ ഇത്തവണ 11 സീറ്റ് UDFും 3 സീറ്റ് LDFും 3 സീറ്റ് SDPയും നേടി. മാട്ടൂലിൽ LDFനുണ്ടായ നേട്ടം ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്നും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മാട്ടൂൽ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരായ പ്രതികരണമാണെന്നും TV രാജേഷ് MLA. കയ്യൂർ ചീമേനി പഞ്ചായത്തിലും ഇനി പ്രതിപക്ഷമുണ്ടാകില്ല. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഒരു വാർഡ് ഇത്തവണ LDF തിരിച്ചുപിടിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 17 വാർഡും LDF നേടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.